ഹലോ ഗൈസ്, നമുക്കിന്ന് വോട്ട് ചെയ്യാൻ പോവാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്നത്തെ ഈ ഔട്ട്ഫിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ അന്താരാഷ്ട്ര കണ്ണാപ്പി ഡ്രസ്സാണ് ഗൈസ്. എന്റെ പൊന്നെ, എവിടെ പോയാലും കാണാട്ടെ ഈ ഒരു ഔട്ട്ഫിറ്റിൽ ആരെങ്കിലും ഒരാളെ. ആർക്ക് വേണമെങ്കിലും എടുത്തു വെക്കോ, ഇത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് എല്ലാവർക്കും കാണും. അതും ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പയിൽ വരുന്ന ഈ ഒരു ചിക്കൻ കറി കുർത്തി. ഇവിടെ ഈ സൈഡിലായിട്ടൊരു മാറ്റ് ഇട്ടുണ്ട്, അതുകൊണ്ട് ഭയങ്കര ലൈറ്റ് അടിക്കണം. അപ്പൊ ഐശ്വര്യമായിട്ട് ഒരു മോയ്സ്ചറൈസർ സ്റ്റാർട്ട് ചെയ്യാട്ടോ. ഇത് പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഭയങ്കര തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ്. നല്ല മോയ്സ്ചർ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുമ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു പോൺസിന്റെ യൂസ് ചെയ്യാറ്. അടുത്തത് ഫോക്സ്റ്റൈന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. എന്റെ കറന്റ് ഫേവറേറ്റ് ആണ്. ഭയങ്കര തിരക്കായിട്ട് കുറെ നേരം നിൽക്കേണ്ടി വന്നാലും സൺസ്ക്രീൻ മസ്റ്റ് ആണ്. രാവിലെ കൊണ്ടൊരു മനുഷ്യരുണ്ടാവില്ല, അത് വേറെ കാര്യം. ഞാൻ കണ്ണിന്റെ അടിയിൽ മാത്രമാണ് ഇടണുള്ളൂ, കാരണം ജസ്റ്റ് എനിക്കൊന്ന് ഈവൺ ആക്കിയാൽ മതി. എനിക്ക് ചില ടൈമിൽ ഈ ബ്രഷ് കൂടെ യൂസ് ചെയ്തതിൽ ഒരു സമാധാനമില്ല. എന്റെ ഔട്ട്ഫിറ്റിന്റെ അതേ കളർ. ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ടേക്കാട്ടോ. കണ്ണിന്റെ അടിയിലിട്ട് ആ ഒരു ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആക്കി കൊടുക്കുവാണ് കേട്ടോ. അടുത്തത് മാർസിന്റെ ഐബ്രോ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. മതി ഇത്രക്കൊക്കെ മതി. എന്നാ പിന്നെ പോവാന്ന് വിചാരിച്ചപ്പോഴാണ് ഇനിയും ടൈം ഉണ്ട്, എന്നാ പിന്നെ ഒരു ലിപ് ബാം കൂടി ഇട്ടേക്കാം. രാവിലെ തന്നെ പോവാണെങ്കിലും എണീറ്റ പാടെ ചെന്നു ആരും പറയത്, അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പൊ പിന്നെ കണ്ണ് എഴുതിയില്ലെങ്കിൽ എങ്ങനെയാ? ഇത് ഡാസിഡന്റെ ഐലൈനർ ആണ് കേട്ടോ. ഞാൻ സ്ഥിരം ഇത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. കണ്ണ് എഴുതുമ്പോ എനിക്കിതൊരു പുത്തിരിയല്ല, എന്നും തെറ്റാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു എക്സാക്ട് വൈബ് കിട്ടണമെങ്കിൽ ഇതിന്റെ ഒപ്പം ജീൻസ് തന്നെ പെയർ ചെയ്യണം കേട്ടോ, അതും ബ്ലൂ ജീൻസ്. ഇന്ന് എനിക്കൊരു ബ്ലാക്ക് പലാസിയാണ് കൈ കിട്ടിയത്, അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളിലായിട്ടാണ് കേട്ടോ നമ്മളിപ്പോ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ദൂരമുണ്ട്, കുറച്ചധികം. അത് പിന്നെ നേരായ വഴിക്ക് പോകണം എങ്കിലല്ലേ. ചെന്നപ്പോ തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു എന്ന് പറയാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇത് അവിടെ എന്താ നോക്കി നിൽക്കുന്നേന്നോ, ആ മെഷീനൊന്ന് സൗണ്ട് കേട്ടാച്ചതെങ്കിൽ ഇറങ്ങി പോവാമായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ ഞാനും ചെയ്തു എന്റെ വോട്ട്. പൊളിറ്റിക്സ് എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കല്ല, എന്നാൽ പോലും ഇത് നമ്മുടെ അവകാശമാണല്ലോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അതിലും വലിയ തിരക്ക്. അന്നേരം ഒരു മനസ്സുഖം ഉണ്ടല്ലോ. നമ്മളൊക്കെ ഓൾമോസ്റ്റ് ഓർക്കണോട്ടോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും മറന്നു പോണത്. ഞാൻ ഇന്നലെ മുതൽ നെയിൽ പോളിഷ് ഇടണം എന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ കറക്റ്റ് മറന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും നെയിൽ പോളിഷ് ഇടാൻ ഇത്രയ്ക്ക് കൊതിയായിട്ടാണോന്ന്. അല്ല, ഈ ഒരു ഇങ്ക് ആ കറക്റ്റ് ഒരു നെയിൽസിലെങ്കിലും ഇല്ലാണ്ടൊന്ന് റിമൂവ് ആക്കാലോ എന്ന് ഓർത്തിട്ടായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കിത് അപ്ലൈ ചെയ്ത് തരുന്ന ആ ഒരു ഓഫീസർമാരുടെ കൈയൊക്കെ എന്ത് അവസ്ഥയായിരിക്കും തിരിച്ച് വീട്ടിൽ പോകുമ്പത്തേനും. അങ്ങനെ ഞങ്ങൾ വേറെ എവിടെയും കയറിയില്ല, നേരെ വീട്ടിലേക്ക് പോന്നു. നോക്കുമ്പോഴാണ് ദേണ്ട എന്റെ അതേ കോംബോ അടിച്ചിട്ടൊരു പോരാളി. എന്ത് രസാല ഇവനെ കാണാൻ, നല്ല ചന്തമുണ്ട്. എങ്ങനെ വരാണ്ടിരിക്കും, വീട് നിറച്ച് ഇതുപോലെ ചെടികളല്ലേ. ഞാൻ ഇങ്ങനെ എത്രയും താലോലിച്ച് കൊണ്ടു നടക്കുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ നട്ടതാന്ന്. ഒരിക്കലും അല്ല, ഇതിന്റെ മമ്മിക്ക് ഭയങ്കര ജീവനാട്ടോ ചെടികൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അതിലിപ്പോ ഇവിടുത്തെ മെയിൻ താരം എന്ന് പറയുന്നത് ദേ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഇത് എന്ത് ചെടിയാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതിന്റെ സ്മെല്ല് വന്നിട്ട് ഭയങ്കര രസമാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, തൊടാൻ പാടില്ല, തൊട്ടാ കയ്യിലിരിക്കും.